ഹായ്. ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് കുറച്ച് ആരോഗ്യകരമായ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ആരോഗ്യകരമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിടാം കേട്ടോ. ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല, എന്നാൽ കൂടി ഞാൻ വേറൊരിടത്ത് പോയി പഠിച്ച കാര്യങ്ങൾ, പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ് കേട്ടോ. നമ്മൾ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്ര അത്യന്താപേക്ഷിതം എന്ന് പറഞ്ഞാൽ അത്ര അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെള്ളം കുടിക്കുന്നതിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരു 80% രോഗങ്ങൾ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. അത്രയ്ക്ക് പവറുള്ളൊരു സംഭവമാണ് വെള്ളം. പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കാം, കുറച്ച് എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കാത്തവരും കാണുമായിരിക്കും ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. നമ്മളെപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിന്നോണ്ട് വെള്ളം കുടിക്കാതിരിക്കുക. നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും നിന്നുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. പക്ഷേ എങ്കിൽ വെള്ളം എപ്പോഴും കുടിക്കുന്നത് നമ്മൾ ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കണം. ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് ഫോൾഡ് ആവും. ഈ വയറ് ഫോൾഡ് ആവുന്ന സമയത്ത് നമ്മുടെ ആ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഒന്ന് അങ്ങിയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നിൽക്കുന്നതും നമ്മളൊന്ന് ഇരിക്കുന്നതും തമ്മിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലത്തുള്ള അവയവങ്ങൾ വ്യത്യാസമായിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം നിൽക്കുമ്പോൾ നമ്മളുടെ ശരീരം വയറിങ്ങനെ നിവർന്ന് നിൽക്കുന്നതും നമ്മൾ ഇരിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുന്ന് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്, നമ്മൾ ഇരുന്ന് വെള്ളം കുടിക്കുമ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം അത്ര പെട്ടെന്ന് ഫോഴ്സിൽ പോകില്ല. അത് കറക്റ്റായിട്ട് ഓരോരോ അവയവങ്ങളിലൂടെ ഇങ്ങനെ ഇറങ്ങി നമുക്കിങ്ങനെ താഴേക്ക് അത് പതിയെ പോകത്തുള്ളൂ. പക്ഷെ നമ്മൾ നിന്നോണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഫോഴ്സിൽ വെള്ളം കുടിക്കും. അപ്പോൾ അന്നെന്നുണ്ടെങ്കിൽ ക്ലെൻസിങ് നന്നായിട്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കണം എന്നുള്ളത് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ചെറുകുടലും വൻകുടലും അതെല്ലാത്തിലൂടെ ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം താഴേക്ക് പോകുന്നത്. അത് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കുടിക്കുമ്പം ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കണം. പിന്നെ എപ്പോഴൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെള്ളം കുടിക്കേണ്ടുന്ന 2-3 സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രാവിലെ എഴുന്നേറ്റാലുടനെ വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കണം. അത് ഇച്ചിരി വെള്ളം കുടിച്ചാൽ പോരാ, ഒരു വലിയൊരു കപ്പിന്, മിനിമം ഒരു വലിയൊരു കപ്പിന് 2 കപ്പെന്നൊക്കെയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 കപ്പ് വെള്ളമെങ്കിലും രാവിലെ കുടിച്ചിരിക്കണം. അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലെൻസായിട്ട് നമുക്ക് രാവിലെ യൂറിൻ പാസ് ചെയ്യുന്നതിനായാലും മോശം പോകുന്നതിനായാലും എല്ലാം നല്ലതാണ്. അതുകൊണ്ട് രാവിലെ വെള്ളം കുടിക്കുന്ന എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്. രാവിലെ വെള്ളം കുടിക്കുമ്പം നമ്മൾ വാ കഴുകാതെ വെള്ളം കുടിക്കണമെന്ന് പറയും. അപ്പോൾ എല്ലാവരും ആരാ വാ കഴുകാതെ വെള്ളം കുടിക്കുന്നത് എന്നല്ല എൻ്റെ കൂട്ടുകാർ ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് മറക്കാതെ ബ്രഷ് ചെയ്തിട്ട് കിടക്കണം. ഈ ബ്രഷ് ചെയ്തിട്ട് കിടക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയിൽ ബ്രഷ് ചെയ്തിട്ട് കിടന്നാൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ വായ നല്ല ഫ്രഷായിട്ടുണ്ടാവും. നമുക്ക് വായ ഒരുമാതിരി അഴുക്കായിട്ടോ നമുക്ക് ഫീൽ ആവത്തേയില്ല. കാരണം വായ്ക്കൊരു കയ്പ്പ് തോന്നും, അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമ്മൾ തലേന്ന് നീറ്റായിട്ട് പല്ല് തേച്ചിട്ട് കിടന്നാൽ. ഈ രാവിലെ എഴുന്നേറ്റാലുടൻ വാ കഴുകുന്നതിന് മുന്നേ വെള്ളം കുടിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് സയൻറ്റിഫിക്കലി എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ കൂടി എൻ്റെ ഒരു അറിവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് യോഗ ക്ലാസ്സിന് പോകുന്ന സമയത്ത് യോഗ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുജി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി ക്ലാസ് എടുത്ത് തരുമായിരുന്നു. അപ്പോൾ ആ ഗുരുജി നമുക്ക് പറഞ്ഞു തന്ന കാര്യം കേട്ടോ. ആക്ച്വലി നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഇൻസുലിന് നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ആവുന്നു. അത് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ആവുന്നതെന്ന്. അപ്പോൾ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആവുന്ന ആ ഇൻസുലിൻ പോലത്തെ സാധനം അങ്ങനെ ഒലിച്ച് വെളിയിലോട്ടൊക്കെ പോകും. ചിലപ്പോൾ നമ്മുടെ വായുടെ അവിടെ എവിടെയൊക്കെ പറ്റിയിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റാലുടൻ വാ കഴുകാതെ വെള്ളം കുടിക്കണമെന്ന് പറയും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ രാവിലെ എണ്ണീറ്റാലുടൻ മുഖം കഴുകും, വായിൽ വെള്ളം ഒഴിക്കത്തില്ല. വന്നിട്ട് വലിയൊരു കപ്പിന് 1 കപ്പ് ഇളം ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നാണ് ഞാൻ പല്ല് തേക്കുന്നതും വാ കഴുകുന്നതൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രിയിൽ പല്ല് തേച്ചിട്ട് കിടക്കുന്നത് കൊണ്ടുണ്ടല്ലോ, എനിക്ക് രാവിലെ നല്ല ഫ്രഷായിട്ടുണ്ടാവും. എനിക്കങ്ങനെ വായ ഒരുമാതിരി അഴുക്കായിട്ടോ ഒരുമാതിരി കഴിക്കുന്ന മാതിരിയോ ഒരുമാതിരി എനിക്കെന്താ പറയുക ഡിസ്റ്റർബൻസ് ഒന്നും തോന്നത്തില്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ മനസ്സിലാവും നമ്മൾ ഈ രാത്രിയിൽ പല്ല് തേച്ച് കിടന്നു കഴിഞ്ഞാൽ ഉള്ള ആ രാവിലത്തെ ആ ഗുണം എന്താണെന്നുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഈ പകൽ മൊത്തം കഴിക്കുന്ന ആഹാരം രാത്രിയിൽ നമ്മൾ വൃത്തിയായിട്ട് പല്ല് തേച്ചിട്ട് നീറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വായിക്കൊരു അസ്വസ്ഥത നമുക്ക് തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ രാവിലത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ.
അത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനത്തിനായാലും അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാനായാലും എല്ലാത്തിനും നമ്മുടെ രാത്രിയിൽ എപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പോയി കിടന്നുറങ്ങുക. അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ശരീരത്തിൻ്റെ ഒരു വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ നിറയെ വെള്ളം കുടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 80% അസുഖങ്ങളില്ലാതിരിക്കും. അതുപോലെ തന്നെ വെള്ളം ഒരുപാട് കുടിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ സ്കിന്ന് ഡ്രൈ ആവത്തില്ല. അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും. എല്ലാത്തിനും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എത്ര നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും അത്രത്തോളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പം ഒറ്റയടിക്ക് അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു കവൾ വെള്ളം കുടിക്കുക, ഒന്ന് ഇറക്കി 1 സെക്കൻഡ് 2 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കുക, പിന്നെ കുടിക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ദാഹം ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്നാ ചെയ്യും, ഒറ്റയടിക്ക് അങ്ങ് വെള്ളം അങ്ങ് കുടിക്കും. പക്ഷേങ്കിൽ അത് നമുക്ക് നല്ലതല്ല. നമ്മളുടെ ശരീരത്തിൽ ആ കറക്റ്റായിട്ട് വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് കറക്റ്റായിട്ട് ക്ലെൻസ് ആയിട്ട് ഉള്ളിലോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അതിന് 1 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ വെള്ളം കുടിക്കണം. അങ്ങനെ കുടിക്കുമ്പോൾ കുറേശ്ശെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ നന്നായിട്ട് നനയുകയും ചെയ്യും, നല്ല രീതിയിൽ ക്ലെൻസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ ദാഹം കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് വെള്ളം കുടിക്കാതെ കുറേശ്ശെ കുടിക്കുക. ഒരുപക്ഷെ ഒരുപാട് ദാഹത്തിൽ നിൽക്കുകയാണെങ്കിലും കുറച്ചൊന്ന് കുടിച്ച് 1 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് കുടിക്കാൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട്. കുറേ പേര് ചെയ്യുന്ന തെറ്റെൻ്റെ മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആയാസമുള്ളൊരു ജോലി ചെയ്താൽ ആ ആയാസമുള്ള ജോലി ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ച് നമ്മളിങ്ങനെ കിതച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉടനെ വെള്ളം എടുത്ത് കുടിക്കും. ആക്ച്വലി അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. അത് വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആയാസപ്പെട്ട ജോലി നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടി നിൽക്കുന്ന സമയമാണ്. ഹാർട്ട് ബീറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പം ചിലപ്പോൾ ആ വെള്ളം നമ്മളെ ലെൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയാസപ്പെട്ട നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്ന് ഈ യോഗ ക്ലാസ്സിന് പോകുന്ന സമയത്ത് നമ്മുടെ ഗുരുജി ഓരോ ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി ഓരോ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. പക്ഷേങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാവാം വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഘടകം പറയുമ്പോൾ എല്ലാവർക്കും നാണക്കേട് തോന്നായിരിക്കും. പക്ഷേങ്കിൽ അതൊന്നുമല്ല. നമ്മൾ രാവിലെ എണ്ണീറ്റാൽ ഉടനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിനും മോഷനും ഒക്കെ നന്നായിട്ട് പാസ്സാവുക എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരം ആരോഗ്യമായിട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിനും മോഷനും ഒക്കെ നീറ്റായിട്ട് പാസ്സായിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം അതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. നമ്മൾ വിചാരിക്കുക അയ്യോ അങ്ങനെ ആരോടെങ്കിലും പറയുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാൻ പാടുണ്ടോ, അത് നാണക്കേടല്ലേ, ഇങ്ങനെ ഒന്നും കരുതണ്ട. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ശരിക്കും മോഷനും യൂറിനൊന്നും പാസ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറെ കാണിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഒക്കെ വേണം കേട്ടോ. അതിനകത്തൊരു നാണക്കേട് ഒന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ നന്നായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ഞാനിത് എപ്പോഴും ഞാൻ മനസ്സിലായിരിക്കും എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നല്ലതെന്ന് തോന്നുന്നു എൻ്റെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.